മറ്റൊരു ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. എത്രയാണത്? 3n+2. So xn is equal to 3n+2. ഈ ശ്രേണിയുടെ ആദ്യ പദം കാണണം. ആദ്യ പദം n ഒഴിവാക്കിയാൽ, നമ്മളകത്ത് പറഞ്ഞനുസരിച്ച് n ഒഴിവാക്കിയാൽ 3+2 that is 5. 10ാം പദം കാണണം. ഇവിടെ n-ന് പകരം 10 എന്ന് വിട്ടാൽ 3 × 10 + 2 30 + 2 എത്ര വന്നു? 32. ആ ചോദ്യം നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 3ാം പദം തന്നിട്ടുണ്ട്. എത്രയാണ്? 3ാം പദം 16. സമാന്തര ശ്രേണിയുടെ 21ാം പദവും തന്നിട്ടുണ്ട്, 124. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. 124 - 16 ബൈ 21 - 3. കുറച്ചാൽ 8 108 ബൈ 7. സോറി, ഡിവൈഡഡ് ബൈ 18. 108 ഡിവൈഡഡ് ബൈ 18. അതിൽ പോകുന്ന സംഖ്യ 9. 2 പ്രാവശ്യം 12 6. ഡി എത്ര കിട്ടി? 6 കിട്ടി. ഈ ശ്രേണിയുടെ ആദ്യ പദം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 3ാം പദം 16 ആയതുകൊണ്ട് ആദ്യ പദം കിട്ടുന്നതിന് വേണ്ടി 3 പ്രാവശ്യം ബാക്കിലേക്ക് പോയാൽ മതി. ഒരു പ്രാവശ്യം പോയാൽ 10 എന്നും വീണ്ടും ഒരു പ്രാവശ്യം പോയാൽ 4 എന്നും കിട്ടും. ആദ്യ പദം എത്ര കിട്ടി? 4 എന്ന് കിട്ടി. 280 ഈ ശ്രേണിയുടെ എത്രാമത്തെ പദമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എളുപ്പ വഴിയായിട്ട് n is equal to, നമുക്കറിയാം, അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 കണ്ടുപിടിച്ചു വെക്കാം. സോ 280-നെ അവസാന പദമായും ആദ്യ പദം 4-ഉം പൊതുവ്യത്യാസം 6-ഉം കൂട്ടുന്നത് 1. സോ 280-ൽ നിന്ന് 4 കുറച്ചാൽ 276/6 പ്ലസ് 1. 6 4 24. 43 പ്ലസ് 1. 44-ാം പദമാണ് നമുക്ക് കിട്ടി.